ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് ക്യൂസ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിൻ്റെ അറേ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു അറേ എഴുതി വെച്ചിട്ടുണ്ട് 3, 4, 5, 7. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന വെച്ചത് അത് എടുക്കാനുള്ള കോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്താ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കും. 3, 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുന്നു. സോ 4, 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 7 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അഗെയിൻ 3 വന്നു, 3 ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമില്ല. അഗെയിൻ 2 റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമുക്കൊരു അറേ തന്നു, അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെയാണോ അതൊക്കെ പിക്ക് ഔട്ട് ചെയ്തെടുത്ത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ 3, 4, 7 ആണ് ഔട്ട്പുട്ട് കിട്ടണ്ടേ. സോ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് എന്താ ഒരു അറേ തന്നിട്ടുണ്ട്, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഒരു എലമെന്റ് എടുക്കും, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സ് ആയിട്ടും ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് 2 ഫോർ ലൂപ്പ് വേണം. ഒരു എലമെന്റ് എടുത്ത് ബാക്കി എല്ലാവരായിട്ടും ചെക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഓട്ടോമാറ്റിക് 2 ഫോർ ലൂപ്പ് വേണം. ഫോർ i is equal to 0, i less than n, i plus plus. ഫോർ j is equal to നമുക്ക് ഇത്തവണ 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള എല്ലാ എലമെന്റ്സും, അപ്പോൾ സെക്കൻഡ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് എലമെന്റ് പോലും മതി. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ j is equal to i plus 1. i plus 1 തുടങ്ങി j less than n വരെ. j പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് നോക്കും. ഒരു എലമെന്റ് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മാത്രമുള്ള ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് ആവുന്നതും അപ്പോഴാണ് നമുക്ക് എടുത്ത് എഴുതേണ്ടതും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് നോക്കും. അപ്പോൾ ഈ AR സ്ക്വയർ ബ്രാക്കറ്റ് i ഈക്വൽ ടു AR സ്ക്വയർ ബ്രാക്കറ്റ് j. ഇതാണെങ്കിൽ നമുക്ക് എന്താ വേറൊരു അറയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഈ അറേനെ ഡ്യൂപ്ലിക്കേറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഡ്യൂപ്പ് എന്ന് പറഞ്ഞ് നെയിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കണം, ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. കാരണം നമ്മളിപ്പോൾ ഇവിടെ 3 എടുത്ത്, ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നേരെ സ്റ്റോർ ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും AR സ്ക്വയർ ബ്രാക്കറ്റായി, അതായത് നമ്മുടെ ith വാല്യൂ 4 ആവുമ്പോൾ ഇത് വരും. ഇത് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് ആണ്, പക്ഷേ നമുക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ വീണ്ടും എടുത്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ എന്താ, നമ്മൾ ഇത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിൽ അതുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണേ, ഫോർ i ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പുതിയ വേരിയബിൾ x ആയിട്ട് എടുക്കാം. x ഈസ് ഈക്വൽ ടു 0 തുടങ്ങി x ലെസ് ദാൻ k വരെ. ഈ k കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അറയുടെ സൈസ് ആയിരിക്കും. അപ്പോൾ ആ അറയിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അറയുടെ സൈസിൽ നമ്മൾ എല്ലാ വേരിയബിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എക്സ് പ്ലസ് പ്ലസ് മറ്റെന്താ ആ എലമെന്റ് അറയിൽ ഉണ്ടോന്ന്. അപ്പോൾ AR സ്ക്വയർ ബ്രാക്കറ്റായി എപ്പോഴെങ്കിലും ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിൽ ഏതെങ്കിലും എലമെന്റ് ആയിട്ട് ഈക്വൽ ആവുന്നുണ്ടോ. ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമ്മ ഫ്ലാഗ് ഈക്വൽ ടു 1 കൊടുക്കും ആൻഡ് ബ്രേക്കും കൊടുക്കാം. ചെക്ക് ചെയ്യുന്ന ലൂപ്പിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം, കാരണം ഈക്വൽ ആയാൽ പിന്നെ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലാഗ് ഈക്വൽ ടു 1, ഫ്ലാഗ് ഈക്വൽ ടു 0 ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത്. എപ്പോഴാണോ ചെക്ക് ചെയ്യേണ്ടത് അതിന് തൊട്ട് മുമ്പായിട്ട്, ലൈക്ക് ഏത് എലമെന്റ് ആണോ എടുക്കുന്നത് അവിടെ പോലും മതി. സോ നമുക്ക് എന്താ, ഇതിവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന കോഡ് എഴുതണേ. അപ്പം അതിന് തൊട്ട് മേളിൽ ഫ്ലാഗ് ഈക്വൽ ടു 0 കൊടുക്കാം. നമ്മൾ AR സ്ക്വയർ ബ്രാക്കറ്റായി ചെക്ക് ചെയ്ത് നോക്കി ഈക്വൽ ആവുന്ന സമയത്തൊക്കെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആവും, അപ്പോഴേക്കും ബ്രേക്ക് കൊടുക്കാം. ആൻഡ് നമുക്കെന്താ, ഇൻ കേസ് ഫ്ലാഗ് ഈക്വൽ ടു 1 വന്നില്ല, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിൽ അതില്ല, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ, അതായത് ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു 0, ഫ്ലാഗ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് k എന്ന് പറയുന്ന വാല്യൂ
ആ ഇൻഡെക്സിലോട്ട് നമ്മൾ അറേയുടെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. നോക്കിക്കുക, നമ്മൾ ഇവിടുത്തെ സൈസ് ലെസ് ദാൻ കെ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്, അതായത് കേത്ത് എലമെന്റിൽ ആരുമില്ല. അപ്പൊ കേത്ത് എലമെന്റിലോട്ട് നമ്മൾ അറേയുടെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എപ്പോഴെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടട്ട ഒന്നുകൂടെ അപ്പൊ ആ സ്ക്രീൻ റെക്കോർഡ് 2-3 സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ഓരോ എലമെന്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കും. AR² ഈക്വൽ ടു AR² ചെയ്യാണോ, മീൻസ് ഫസ്റ്റ് എലമെന്റ് എടുത്തിട്ട് ബാക്കി എല്ലാവരുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാന്ന്. ഇൻ കേസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അറയിൽ ആ വാല്യൂ ഉണ്ടോ എന്ന് വീണ്ടും നോക്കണം. അപ്പൊ ആ കണ്ടീഷനകത്ത് എഴുതുക ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ ഒരു വേരിയബിൾ എടുക്കും ഫ്ലാഗ് എന്ന് പറഞ്ഞു, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് മീൻസ് ആ ലൂപ്പ് ഫുൾ ആയിട്ട് ഓടിച്ചു നോക്കുക. അപ്പൊ 4x is equal to 0, x less than k. അപ്പോൾ ഇതിന്റെ സൈസ് ആണ് k, അത്ര എലമെന്റ്സിൽ ഓടിച്ചു നോക്കും. AR² എപ്പോഴെങ്കിലും ഈക്വൽ ടു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അറയിലെ എലമെന്റ് ആണോ, ആണെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക, സ്കിപ്പായി. ആൻഡ് ഇവിടെ ഒന്ന് നമ്മൾ നോക്കും ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ 0 ആണോ. 1 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. 1 അല്ല 0 ആണെന്നുണ്ടെങ്കിൽ എന്താ അതിനകത്ത് ഉണ്ടായില്ല, അപ്പൊ അതിന്റെ കേത്ത് പൊസിഷനിലോട്ട് നമ്മ അതിന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഈ ഫോർ ലൂപ്പ് ഐ ലൂപ്പ് ഫുൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് എല്ലാം ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സംഭവം നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഓൾറെഡി ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അതിന്റെ സൈസും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോർമലായിട്ട് പോകും. ആദ്യം എന്താ ചെയ്യണം, ഒരു എലമെന്റ് ബാക്കി എല്ലാവരുമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. 4i is equal to 0, i less than n, i plus plus, 4j is equal to i plus 1, j less than n, j plus plus. പിന്നെന്താ നോക്കണ്ടേ, എപ്പോഴെങ്കിലും ആ വാല്യൂസ് ഈക്വൽ ആണോ. അപ്പൊ ഇഫ് AR² ഈക്വൽ ടു AR²J അതാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് കിട്ടി. ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അറയിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ എടുത്ത സാധനങ്ങൾ ഇനിഷ്യലൈസ് ചെയ്യുക, ഇൻറ്റ് i, j രണ്ടുപേരായി. പിന്നെന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറേ ഡിക്ലെയർ ചെയ്യാനുണ്ട്, ഇൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് (100). ഇനി ഡ്യൂപ്ലിക്കേറ്റ് അറേക്ക് ഒരു സൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, സോ അതും കൂടി കൊടുക്കാം, k. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, 2 ലൂപ്പ് എടുത്തു, മീൻസ് ഓരോ എലമെന്റ് എടുത്തിട്ട് ബാക്കി എല്ലാവരുമായിട്ടും ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അറയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ആദ്യം ഫ്ലാഗ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഫ്ലാഗിന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം 0 എന്ന്. അപ്പൊ ഇനി ആ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുക. എപ്പോഴും നമ്മൾ പുതിയ വേരിയബിൾ എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഫ്ലാഗ് എടുത്തു, നമുക്കപ്പം ഇനി അത് അറയിലുണ്ടോ എന്ന് നോക്കണം. അപ്പൊ 4x is equal to i and j ഓൾറെഡി എടുത്താണ്, അപ്പൊ നമ്മൾ പുതിയ വേരിയബിൾ എടുക്കണം. x is equal to 0, x less than k, x plus plus എന്നിട്ട് ഉണ്ടോന്നൊക്കെയാണ്. ഇഫ് AR² എപ്പോഴെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിൽ ഉണ്ടെങ്കിൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഫ്ലാഗ് ഈക്വൽ ടു 1 കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ലൂപ്പ് എക്സിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ 0 ആണോ. 0 ആണെങ്കിൽ നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫ്ലാഗ് ഈക്വൽ ടു
0, then duplicate square bracket k equal to AR square bracket I and k plus plus. ഇനി നമുക്ക് അടുത്ത എലമെന്റ് ആണ് നോക്കണ്ടേ, k plus plus. ആൻഡ് അപ്പോൾ നമുക്ക് എന്താ, കേക്ക് ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം, k ഈക്വൽ ടു 0 എന്നും കൂടി കൊടുക്കണം. ഓക്കെ, സോ കോമ k ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ലോജിക്കും എഴുതിയിട്ടുണ്ട്. ആദ്യം 2 എലമെന്റ് എടുത്തു, ചെക്ക് ചെയ്ത് നോക്കി, അത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന അറയിൽ ചെക്ക് ചെയ്ത് നോക്കി. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അറയിൽ ഇല്ലെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 0 ആയിട്ട് തന്നെ നിൽക്കും. അപ്പം നമുക്ക് അറയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ലോജിക്ക് മൊത്തം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അറേ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. സോ I is equal to 0, I less than k. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റിന്റെ സൈസ് k ആണ്. സോ I plus plus printf %d. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. എക്സ് അൺഡിക്ലെയർഡ്, നമ്മ എക്സ് ഇവിടെ കൊടുത്തില്ല. സോ അപ്പം നമുക്കിവിടെ ഔട്ട്പുട്ട് 21 മാത്രം വന്നിട്ടുള്ളൂ. 21 മാത്രം റിപ്പീറ്റ് ചെയ്യാനുള്ളത് നോക്കാം. 21, 43 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് എറർ വന്നിട്ടുണ്ട്? നോർമലി ആ എറേഴ്സൊക്കെ ഇഫില് ഒരു ഈക്വൽ ടു വരുമ്പോൾ വന്നതാണ്. നമ്മൾ എപ്പോഴും ഇഫ് ചെക്ക് ചെയ്യുമ്പോൾ ഡബിൾ ഈക്വൽ ടു ഇടാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 21, 43, 32 ഇതൊക്കെയായിരുന്നു റിപ്പീറ്റിംഗ് നമ്പേഴ്സ്. നോക്കാം. 21 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 43 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 12 റിപ്പീറ്റ് ചെയ്യുന്നില്ല. 7 റിപ്പീറ്റ് ചെയ്യാനുള്ള. 3 നമുക്ക് റിപ്പീറ്റ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഐഡിയ. നമ്മൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്, പീസായിട്ട് മുറിക്കുക. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ എന്താ, ആദ്യം ഫസ്റ്റ് എലമെന്റ് ബാക്കി എല്ലാവരുമായിട്ട് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ 2 ഫോർ ലൂപ്പ് എടുത്തു. എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താ ഈക്വൽ ആണോ നോക്കും. അതും കൂടി ചേർത്ത് നമ്മൾ ഇഫ് കണ്ടീഷനും എടുത്ത്. ഓക്കെ, ഇനി ഈക്വൽ ആണെങ്കിൽ അടുത്ത് എന്താ ചെയ്യണ്ടേ? നമ്മൾ അറയിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അറയിൽ ഉണ്ടോ ഇല്ലയോ നോക്കണം. അപ്പം അതിന് അടുത്ത ഭാഗം ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന കോഡ് എഴുതി. ഇൻ കേസ് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഉണ്ടെന്നാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ആയി പോയിക്കോളും. ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. സോ സ്റ്റോർ ആവില്ല. സോ ഇത്രയുള്ള ആ ലോജിക്ക്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന രീതി ഒരു ഭാഗം മാത്രം എടുത്തിട്ട് കോഡ് ചെയ്യുക, പിന്നെ അടുത്ത ഭാഗം കൊടുത്ത് കോഡ് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് ഏത് ലോജിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.